ഫിഫ വേൾഡ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ന് നടന്ന സ്കോട്ട്ലൻഡ് ബ്രസീൽ പോരാട്ടം അതിഗംഭീരമായിരുന്നു. മാത്രവുമല്ല, ഇതൊരു സാധാരണ മത്സരവുമായിരുന്നില്ല. ദീർഘകാല പരിക്കുകൾക്കും വിമർശനങ്ങൾക്കും ശേഷം ബ്രസീലിയൻ ഇതിഹാസം നെയ്മർ വീണ്ടും ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ മൈതാനത്തിറങ്ങിയ ദിവസം കൂടിയായിരുന്നു ഇത്. മത്സരം അവസാനിക്കുമ്പോൾ സ്കോട്ട്ലൻഡ് 0 ബ്രസീൽ 3. പക്ഷേ ഈ 90 മിനിറ്റിനുള്ളിൽ സംഭവിച്ചത് വെറും 3 ഗോളുകൾ മാത്രമായിരുന്നില്ല. ബ്രസീൽ ആരാധകർ പ്രതീക്ഷിച്ചതെല്ലാം അവർക്ക് കളിക്കളത്തിൽ നിന്ന് ലഭിച്ചു. മത്സരത്തിന്റെ ആദ്യ വിസിൽ മുതൽ തന്നെ ബ്രസീൽ തങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കി. പന്ത് കൈവശം വെക്കുക, വേഗത്തിൽ മുന്നേറുക, എതിരാളിയെ സമ്മർദ്ദത്തിലാക്കുക, ഇതെല്ലാം കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു. ബ്രസീലിയൻ പരിശീലകൻ കാർലോ ആൻചലോറ്റി ടീമിനെ 4-3-3 ഫോർമേഷനിലാണ് ഇറക്കിയത്. പ്രതിരോധത്തിൽ ഡാനിയലോ, മാർക്കിനോസ്, ഗബ്രിയേൽ മഗലഹായ്സ്, ഡഗ്ലസ് സാന്റോസ്, മധ്യനിരയിൽ കാസിമിറോ, ബ്രൂണോ, ഗിമറൈസ്, ലൂക്കാസ് പക്വറ്റ, മുന്നേറ്റത്തിൽ വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കൂഞ്ഞ, റയാൻ. ബ്രസീലിന്റെ കളിയിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അവരുടെ ബാലൻസ് ആയിരുന്നു. ആക്രമിക്കുമ്പോൾ മുഴുവൻ ടീമും മുൻപിലേക്ക്, പ്രതിരോധിക്കുമ്പോൾ ടീം മുഴുവനും പിൻപിലേക്ക്. ഒരു ലോക ചാമ്പ്യൻ ടീമിന്റെ ലക്ഷണങ്ങൾ എല്ലാം ഒത്തിണങ്ങിയ ഒരു ടീമായിരുന്നു ഇന്നത്തെ ബ്രസീൽ. അതിനാൽ തന്നെ 7-ാം മിനിറ്റിൽ സ്കോട്ട്ലൻഡിനെ ഞെട്ടിച്ചു കളഞ്ഞു അവർ. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്കോട്ടിഷ് പ്രതിരോധം വലിയൊരു പിഴവ് വരുത്തി. അവിടെ പന്ത് ക്ലിയർ ചെയ്യുന്നതിലെ ആശയക്കുഴപ്പം മുതലെടുത്ത് വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന് ആദ്യത്തെ ലീഡ് നൽകി. സത്യത്തിൽ തുടക്കത്തിൽ തന്നെ വീണ ഈ ഗോൾ സ്കോട്ട്ലൻഡിന്റെ ആത്മവിശ്വാസത്തെ തന്നെയാണ് തകർത്ത് കളഞ്ഞത്. അതിനുശേഷം ബ്രസീലാണ് കളി നിയന്ത്രിച്ചത്. വിനീഷ്യസിന്റെ വേഗത, പക്വറ്റയുടെ പാസുകൾ, കാസിമിറോയുടെ നിയന്ത്രണം എല്ലാം ഒത്തൊരുമിച്ചപ്പോൾ കാണികൾക്ക് അതൊരു അടിപൊളി ആഘോഷമായി മാറി. സ്കോട്ട്ലൻഡിന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ സ്കോട്ട്ലൻഡ് മോശമായി കളിച്ചില്ല. സ്കോർ ലൈൻ മാത്രം നോക്കിയാൽ അവർ പൂർണ്ണമായും തകർന്നു എന്ന് തോന്നാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ലായിരുന്നു. അവർക്കും അവസരങ്ങൾ ലഭിച്ചു, അല്ലെങ്കിൽ അവരും അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്തു. മധ്യനിരയിൽ സ്കോട്ട് ടൊമിനായിയും ജോൺ മാഗന്നിയും നന്നായി പോരാടിക്കൊണ്ടായിരുന്നു. ചില മികച്ച കൗണ്ടർ അറ്റാക്കുകളും അവർ സൃഷ്ടിച്ചെടുത്തു. എന്നാൽ അവരുടെ പ്രശ്നം ഫിനിഷിങ്ങിലായിരുന്നു. അവസാനം വരെ എത്തിയ നീക്കങ്ങൾ പലതും ഗോളാക്കി മാറ്റുവാൻ സ്കോട്ട്ലാൻഡിന് കഴിയാതെ പോയി. ബ്രസീലിന്റെ ഗോൾ കീപ്പർ അലിസൺ ബേക്കർ ഇന്ന് നടത്തിയ പ്രകടനം അത് പ്രത്യേകം എടുത്തു പറയണം. സ്കോട്ട്ലാൻഡ് സൃഷ്ടിച്ച ഗോളെന്ന് ഉറപ്പിച്ച ചില അവസരങ്ങൾ അദ്ദേഹം അത്ഭുതകരമായി പ്രതിരോധിച്ചു കളഞ്ഞു. പ്രത്യേകിച്ച് 2-ാം പകുതിയിൽ മാക്ടോമിനോയുടെ ശ്രമം അത് ഗോളായിരുന്നുവെങ്കിൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറിപ്പോകുമായിരുന്നു. എന്നാൽ അലിസൺ ഒരു വൻമതിൽ പോലെ സ്കോട്ട്ലൻഡിന്റെ മുൻപിൽ തല ഉയർത്തി നിന്നു. ബ്രസീലിയൻ പ്രതിരോധ നിര ഗംഭീര പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. മാർക്കിനോസും ഗബ്രിയേൽ മഹലഗായ്സും ചേർന്ന് സെന്റർ ബാക്ക് കൂട്ടുകെട്ട് മികച്ച കളിയാണ് പുറത്തെടുത്തത്. അവർ സ്കോട്ട്ലൻഡിന്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞു, സെറ്റ് പീസുകളിൽ ആധിപത്യം സ്ഥാപിച്ചു. മാക്ടോമിനയെ സ്വതന്ത്രനാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ബ്രസീലിന്റെ പ്രതിരോധം ഇന്ന് ഏറെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കളിച്ചത്. എന്നാൽ ബ്രസീലിയൻ ഭാഗത്ത് ചില ദൗർബല്യങ്ങളും നിഴലിച്ചു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. സ്കോർ 3-0 ആയതുകൊണ്ട് മാത്രമാണ് അത് മറഞ്ഞുപോയത്. ചില സമയങ്ങളിൽ ഫുൾ ബാക്കുകൾ വളരെ മുൻപിലേക്ക് കയറി. പന്ത് നഷ്ടപ്പെട്ടപ്പോൾ പിന്നിൽ കാര്യമായ സ്പേസ് രൂപപ്പെട്ടു. ഈ പിഴവ് കൂടുതൽ ശക്തരായ ടീമുകൾക്കെതിരെ അപകടകരമായി മാറാൻ സാധ്യതയുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഇനി വരുന്ന പോരാട്ടങ്ങളിൽ ഈ പോരായ്മ എതിരാളികൾ മുതലെടുക്കുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ മത്സരത്തിലെ എടുത്തു പറയേണ്ട സവിശേഷത മാത്യൂസ് കൂഞ്ഞ വീണ്ടും മികച്ച പ്രകടനം പുറത്തെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം വെറും ഒരു ഗോൾ മാത്രം നേടി എന്നുള്ളതിനേക്കാൾ മുന്നേറ്റ നിരയെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്പേസുകൾ സൃഷ്ടിച്ചു, സഹതാരങ്ങൾക്ക് അവസരമൊരുക്കി. ബ്രസീലിന്റെ ആക്രമണ നിരയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഇന്ന് അദ്ദേഹം പുറത്തെടുത്തത്. അടുത്തത് വിനീഷ്യസ് ജൂനിയർ. ഈ പോരാട്ടത്തിലെ സ്കോട്ടിഷ് പ്രതിരോധത്തിന്റെ പ്രധാന ഭയം വിനീഷ്യസ് ആയിരുന്നു. കാരണം ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും അപകടകാരിയായ താരം അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ് സത്യം. വേഗത, ഡ്രിബ്ലിംഗ്, ഫിനിഷിംഗ്, ഓഫ് ദ ബോൾ മൂവ്മെന്റ് എല്ലാം അതിഗംഭീരം, ഒന്നും പറയാനില്ല. സ്കോട്ട്ലാൻഡ് പ്രതിരോധത്തിന് ഒരു നിമിഷം പോലും അയാൾ വിശ്രമം അനുവദിച്ചില്ല. 7-ാം മിനിറ്റിലെ ആദ്യ ഗോൾ നേടിയതോടെ വിനീഷ്യസിന്റെ ആത്മവിശ്വാസം ഇരട്ടിയായി. പിന്നീട് അങ്ങോട്ട് അമ്പരപ്പിക്കുന്ന മുന്നേറ്റങ്ങളാണ് അയാൾ നടത്തിയത്. കുറഞ്ഞത് 5 ഗോളെങ്കിലും വിനീഷ്യസിന്റെ പേരിൽ മാത്രം ഇന്ന് കുറിക്കപ്പെട്ടേനെ. സ്കോട്ട്ലാൻഡിന്റെ ഭാഗ്യമോ വിനീഷ്യസിന്റെ നിർഭാഗ്യമോ, വലയിൽ കയറിയ ഒരു ഗോൾ അതും ഫൗളാക്കപ്പെട്ടു. അതിശക്തമായ മറ്റു ചില ആക്രമണങ്ങൾ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ വഴുതി മാറിപ്പോവുകയും ചെയ്തു. എങ്കിലും വളരെ പ്രധാനപ്പെട്ട 2 ഗോളുകൾ ഇന്ന് വിനീഷ്യസിന്റെ കാലുകളിൽ നിന്നും പിറന്നു. ഈ മത്സരത്തിന്റെ ഏറ്റവും വികാരഭരിതമായ നിമിഷം എന്ന് പറഞ്ഞാൽ ദീർഘകാല പരിക്കുകൾക്ക് ശേഷം നെയ്മർ വീണ്ടും ബ്രസീൽ ജേഴ്സിയിൽ മൈതാനത്തെത്തിയ സമയമായിരുന്നു. അതിനുവേണ്ടി നെയ്മർക്കും ആരാധകർക്കും 76 മിനിറ്റുകളാണ് കാത്തിരിക്കേണ്ടി വന്നത്. നെയ്മർ പകരക്കാരനായി ഇറങ്ങിയപ്പോൾ സ്റ്റേഡിയം മുഴുവനും എഴുന്നേറ്റ് നിന്ന് ഹർഷാരവം മുഴക്കി. പഴയ വേഗതയൊന്നും ഇന്ന് നെയ്മറിൽ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും പന്ത് കാലിൽ വന്നപ്പോഴെല്ലാം മുൻപ് ഫുട്ബോൾ ലോകം കണ്ട ക്ലാസ് അതിപ്പോഴും അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു.
ചില മനോഹരമായ ടച്ചുകൾ, സൃഷ്ടിപരമായ പാസുകൾ ഒക്കെ ആരാധകർക്ക് ലഭിച്ചു. ഇന്ന് ബ്രസീൽ ജയിച്ചതിനേക്കാൾ ബ്രസീൽ ആരാധകരെ സന്തോഷിപ്പിച്ചത് നെയ്മർ വീണ്ടും മഞ്ഞ ജേഴ്സിയിൽ പന്ത് തട്ടിയ നിമിഷമായിരുന്നു. അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിരുന്ന 20ഓളം മിനിറ്റുകൾ എതിരാളികൾ പോലും അദ്ദേഹത്തെ ബഹുമാനത്തോടെയാണ് സമീപിച്ചത്. സ്കോട്ട്ലാൻഡ് ടീമിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിർണായക നിമിഷങ്ങളിലെ തീരുമാനമെടുക്കൽ അതാണ് അവരുടെ പ്രശ്നമായി മാറിയത്. പ്രതിരോധത്തിൽ പിഴവുകൾ പറ്റി, ഫൈനൽ തേർഡിൽ മോശം തീരുമാനങ്ങളുണ്ടായി, ഗോൾ വലയ്ക്ക് മുന്നിലെ ഫിനിഷിംഗ് കുറവ്, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാന തോൽവിക്ക് കാരണം. ബ്രസീൽ വീണ്ടും ഉണരുകയാണ്. ആരാധകർ പ്രതീക്ഷിച്ച ആ സാമ്പാ താളം വീണ്ടും കേൾക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. വിനീഷ്യസ് തിളങ്ങുന്നു, കൂഞ്ഞ വളരുന്നു, അലിസൺ വൻ മതിലായി ഉയർന്നു നിൽക്കുന്നു. അതിലുപരി നെയ്മർ വീണ്ടും മഞ്ഞ ജേഴ്സിയിൽ പന്ത് തട്ടുവാൻ ഇറങ്ങിയിരിക്കുന്നു. മറുവശത്ത് സ്കോട്ട്ലൻഡിന് ഈ മത്സരം ഒരു കഠിന പാഠമാണ്. അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ലോകകപ്പിൽ അവസരങ്ങൾ മാത്രം പോരാ, അത് ഗോളാക്കി മാറ്റുവാനുള്ള മികവും കാട്ടണം. ഇന്ന് ബ്രസീൽ ലോകത്തിന് ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു. വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുൻപ് ബ്രസീലിനെതിരെ ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രസീലിന്റെ കളിയിൽ വ്യക്തമായ പുരോഗതി കാണുന്നു എന്നുള്ളതാണ് നിരീക്ഷണം. പ്രത്യേകിച്ച് 4-3-3 സിസ്റ്റത്തിലേക്കുള്ള മാറ്റം ടീമിന് കൂടുതൽ ബാലൻസ് നൽകിയതായിട്ടാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ വിജയം വെറും 3 പോയിന്റുകൾ മാത്രമല്ല, ആൻചലോട്ടിയുടെ പദ്ധതിയിൽ ബ്രസീൽ പതിയെ വിശ്വസിക്കുവാൻ തുടങ്ങുന്ന നിമിഷം കൂടിയാണിത്. മത്സരശേഷം ബ്രസീലിയൻ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായത് വിനീഷ്യസിന്റെ പ്രകടനമാണ്. ലോകകപ്പിലെ ആദ്യ 3 മത്സരങ്ങളിലും അദ്ദേഹം ബ്രസീലിന്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. ബ്രസീലിനായി വലിയ ടൂർണമെന്റുകളിൽ തിളങ്ങാറില്ല എന്നുള്ള വിമർശനത്തിന് അദ്ദേഹം കളിയിലൂടെ ഇന്ന് മറുപടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ആരാധകർ പറയുന്നത്. സ്കോട്ട്ലാൻഡ് ക്യാപ്റ്റൻ ആൻഡ്രൂ റോബർട്ട്സണും ജോൺ മാക്ഗിന്നും മത്സരശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ പോരാടി, പക്ഷേ നിർണായക നിമിഷങ്ങളിൽ പിഴച്ചു. അവരുടെ അഭിപ്രായത്തിൽ ബ്രസീലിന്റെ ഉന്നത നിലവാരമുള്ള ടീമിനെതിരെ ഇത്തരത്തിലുള്ള വ്യക്തിഗത പിഴവുകൾ സംഭവിച്ചാൽ ശിക്ഷ ഉറപ്പാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ സ്കോട്ട്ലൻഡിന് കുറഞ്ഞത് ഒരു ഗോളെങ്കിലും നേടുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ് മത്സരത്തെ പൂർണ്ണമായും ബ്രസീലിന്റെ നിയന്ത്രണത്തിൽ നിലനിർത്തിയത്. ഏകപക്ഷീയമായി വിജയം നേടിയെങ്കിലും ചില ബ്രസീലിയൻ മാധ്യമങ്ങളും ആരാധകരും ഇപ്പോഴും ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, ഈ ബ്രസീൽ ലോകകപ്പ് നേടുവാൻ പര്യാപ്തമാണോ എന്നുള്ളതാണ്. സ്കോട്ട്ലാൻഡിനെതിരെ മികച്ച പ്രകടനം നടത്തിയെങ്കിലും ഇംഗ്ലണ്ട്, ജർമ്മനി, നെതർലാൻഡ്സ്, അർജന്റീന തുടങ്ങിയ ശക്തരായ ടീമുകൾക്കെതിരെ ഇതേ നിലവാരം മതിയാകുമോ, അതോ ഇതിനും മെച്ചപ്പെടേണ്ടി വരുമോ? സംശയങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, യഥാർത്ഥ പരീക്ഷണം ഇനി വരുവാൻ പോകുന്നതാണ്. ബ്രസീൽ തിരികെ എത്തിയോ, അതോ ഇത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടി അടുത്ത മത്സരങ്ങൾ നിങ്ങൾക്ക് നൽകും. ഈ വസ്തുതകളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.